ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് വന്നിരിക്കുന്നത് കുരുമുളക് കൃഷിയും അതിനുവേണ്ട പരിചരണവും എങ്ങനെ എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുരുമുളക് ഞാൻ പറിച്ചെടുക്കുകയാണ് കേട്ടോ. പറിച്ചെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുരുമുളകൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പറമ്പിൽ ഉള്ള എല്ലാ മരങ്ങളിലും അച്ഛൻ കുരുമുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ വരെ കുരുമുളക് നന്നായിട്ട് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യാറ് താഴെയുള്ള കുരുമുളകൊക്കെ ഞങ്ങൾക്ക് എത്തുന്ന കുരുമുളകൊക്കെ ഞങ്ങൾ തന്നെ പറിച്ചെടുക്കാറാണ് പതിവ്. കൂടുതൽ മുകളിലേക്കുള്ളത് ആളെ വെച്ച് പറപ്പിക്കാറുമാണ് ചെയ്യാറുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് കുരുമുളക് എന്ന് പറയുന്നത്. നമ്മളെ ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി മരങ്ങളില്ലാത്തവർക്കാണെങ്കിൽ പോലും കുരുമുളക് കുറ്റിക്കുരുമുളക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ PVC പൈപ്പിലും കുപ്പികളിലൊക്കെ ആയിട്ട് കുരുമുളക് കൃഷി നന്നായിട്ട് പലരും ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് പച്ചക്കറി കൃഷികൾ പോലെയുള്ള പരിചരണമൊന്നും ഈ ഒരു കുരുമുളക് കൃഷിക്ക് നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് നല്ലോണം കുരുമുളക് ഉണ്ടായി കിട്ടും. ഇത് കുറേ മുമ്പ് അച്ഛൻ കുഴിച്ചിട്ട കുരുമുളകിൻ്റെതാണ് കേട്ടോ. എല്ലാ മരത്തിലുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് നല്ല കുരുമുളകും കിട്ടാറുണ്ട്. അപ്പോൾ അച്ഛൻ ഇതിന് എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു തൈ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുവട്ടിലായിട്ട് കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്, ഇവിടെ ഞങ്ങളെ വീട്ടിൽ പശു ഉണ്ട് കേട്ടോ. അപ്പോൾ ചാണകവെള്ളം കലക്കി ഒഴിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം അതാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിപ്പോൾ വേറൊരു മരത്തിലട്ടോ. നേരത്തെ ഞാൻ പറിച്ചത് പുതിയ മരത്തിലായിരുന്നു. ഇതൊരു പ്ലാവിലാണ്. പ്ലാവിലും മാവിലും തെങ്ങിലും ഒക്കെ ഇവിടെ എല്ലാ മരത്തിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചിലതിലൊക്കെ നന്നായിട്ടുണ്ട്. തെങ്ങിൽ നല്ലോണം ഉണ്ടാവുന്നൊരു തെങ്ങുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അത് ഇടിവെട്ടി ആ ഒരു തെങ്ങിന്. അങ്ങനെ ആ തെങ്ങ് മുറിച്ച് മാറ്റി. കുറേ കുരുമുളക് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ളതും വിൽക്കാനുള്ളതൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ചെയ്യുന്നൊരു പ്രയോഗം എന്താണെന്ന് വെച്ചാൽ, പശുവിൻ്റെ മൂത്രം, അതായത് മൂത്രം നമ്മൾ നേരിട്ട് ഇതിൻ്റെ മിരട്ട് ഒഴിക്കരുത്. എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടീൻ്റെ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിൻ്റെ മിരട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അച്ഛൻ ഇതൊക്കെയാണ് കേട്ടോ പതിവായിട്ട് ഇതിന് ചെയ്യാറുള്ളത്. അതായത് ആഴ്ചയിൽ ഒരു വട്ടം ഒക്കെയാണ് ഈ പശുവിൻ്റെ മൂത്രം ഒഴിക്കാറുള്ളത്. അതുപോലെ ചാണകവും. പിന്നെ വേനൽക്കാലം ആകുന്ന സമയത്ത് നനവ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നല്ല വരണ്ട സ്ഥലത്താണ് ഈ കുരുമുളകിൻ്റെ നിൽക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും നനച്ച് കൊടുക്കുക എല്ലാ കുരുമുളക് തൈക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല നിറച്ച് നല്ല കായ്കൾ ഉണ്ടായി വരും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും നല്ല കായ്കൾ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. വേറെയുള്ള വളപ്രയോഗങ്ങളൊന്നും അച്ഛൻ ഇതിന് ചെയ്യാറില്ല. ഇത്ര മാത്രമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. ഇതിൽ നിന്ന്, ഈ ഒരു വള്ളിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത്. ഇതിനെ കുറ്റിക്കുരുമുളകാക്കിയിട്ട് നമുക്ക് ചെറിയ ചെടിച്ചട്ടികളിലൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ PVC പൈപ്പിൽ ചെയ്യാവുന്നതാണ്. ചെറിയ കുപ്പികൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ, സ്ഥലവും മരവും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ PVC പൈപ്പിലും പിന്നെ കുപ്പിക്കുള്ളിലൊക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിൽ തന്നെ എത്രയോ വീഡിയോസ് ഉണ്ട്. അതൊക്കെ കണ്ട് നിങ്ങളതുപോലെ ചെയ്യുക. നമുക്ക് ഇത് മറ്റുള്ള കൃഷികളെ പോലെ ഞാൻ പറഞ്ഞില്ല, അധിക പരിചരണമൊന്നും ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് തന്നെ കുരുമുളക് ഉണ്ടാക്കിയെടുക്കാം. കുരുമുളകിനൊക്കെ വില കൂടുന്ന സമയത്ത് നമുക്ക് നല്ല വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം. നമുക്ക് നല്ല സാധനം നമ്മളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. അതായത് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ കടകളിൽ നിന്ന് പലരും വാങ്ങുന്നുണ്ടാവും. അതൊക്കെ നേരിട്ട്
യഥാർത്ഥത്തിലുള്ള കുരുമുളക് പൊടി ഒന്നും ആയിരിക്കില്ല, അതിലൊക്കെ എന്തൊക്കെയോ മായങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. പക്ഷേ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ്. നല്ല കുരുമുളകും കിട്ടും, നല്ല ഇതുമായിരിക്കും നമ്മുടെ ശരീരത്തിന്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയൊക്കെ ട്രൈ ചെയ്യുക. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയുള്ള പല ടിപ്സുകളായിട്ട് ഇനിയും വരുന്നതാണ്. അച്ഛനിവിടെ കൃഷിയാണ് കേട്ടോ ജോലി, അപ്പോൾ മറ്റുള്ള കൃഷികളെക്കുറിച്ചുള്ള വീഡിയോസും ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അച്ഛൻ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരും അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഒഴിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അധിക സമയത്തും വയലൊക്കെ ആയിരിക്കും അച്ഛൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.